നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഫോട്ടോയാണ്. അതിൻ്റെ അകത്ത് ഷക്കീലയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുംതാസ് എന്ന് പറയുന്ന ഒരു നടിയുണ്ട്. ഈ മുംതാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ ഐറ്റം ഡാൻസ് കളിക്കുന്നതായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഒരു പാട്ട് സീനോ അതിനൊക്കെ വന്നിട്ട് നമ്മളെ ത്രസിപ്പിച്ചിട്ട് പോകുന്നതായിരുന്നു. പക്ഷേ അവർക്ക് ഇതിൻ്റെ അപകടം, അന്ന് അവർക്ക് എന്ന് പറഞ്ഞാൽ പൈസയും കാര്യങ്ങളൊക്കെ വേണം, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ വളർന്നു വന്നു. അത് കഴിഞ്ഞതിന് ശേഷം തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞു, അവർക്ക് കുട്ടികളുണ്ടായി, അതുപോലെ അവരുടെ ബിസിനസ്സൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പായി, അവർക്ക് ഒരുപാട് പൈസ ഉണ്ടായി. ആ ഒരു പൈസയൊക്കെ ഉണ്ടായ സമയത്താണ് ഇവർ അഭിനയിച്ചതിൻ്റെ അപകടം ഇവർക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സീൻ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ടി വിയിൽ. ഇത് കാണുമ്പോഴെന്ന് പറഞ്ഞാൽ മക്കളും കൊച്ചുമക്കളും ബന്ധുക്കളും ഇവരൊക്കെ കാണുമ്പോഴേ അയ്യേ ഇതെന്താണ് ഈ സ്ത്രീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നല്ലേ നമുക്ക് തോന്നുള്ളൂ. അതായത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ഷോർട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഡാൻസ്, ഐറ്റം ഡാൻസ് അതാണല്ലോ. ഐറ്റം ഡാൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിളിക്കുകയും ചെയ്യുന്നത്, അല്ലാതെ വേറെയൊന്നുമല്ല. ഒരു നല്ലൊരു റോളിലേക്കോ കാര്യത്തിലേക്കോ ഒന്നും ഇവരെ വിളിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഒരു ഇൻ്റർവ്യൂവിലങ്ങാറ്റം വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ സിനിമ, അതായത് ഞാൻ അഭിനയിച്ച സിനിമ, ആ സിനിമ എനിക്ക് ആരെങ്കിലും പ്രിൻ്റെല്ലാം എനിക്ക് വിൽക്കണം. എന്താണെന്ന് വെച്ചാൽ അത് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. അതിന് എത്ര പൈസ വേണമെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്. നിർമ്മാതാക്കൾ കൊടുത്ത ഓഫറാണ്. അതായത് ഇവർ ഐറ്റം ഡാൻസ് കളിക്കുന്ന സിനിമകൾ ഉണ്ടെങ്കിൽ എനിക്ക് തരണം, ഞാനത് വാങ്ങിച്ചിട്ട് അത് നശിപ്പിച്ച് കളയാൻ ഞാൻ തയ്യാറാണെന്നാണ് ഇവർ പറയുന്നത്. അവരുടെ ആ വിഷമാണ് അവർ പറയുന്നത്. കാരണം അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ വളരെ മോശമായിരുന്നു ഞാൻ ചെയ്തത് ശരിയല്ല, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പൈസ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമല്ല ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൈസക്ക് ഉപരി എന്ന് പറഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും കാണണം. അതായത് നമ്മൾക്ക് താഴെ വരുന്ന തലമുറകൾ നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് വിലയിരുത്തുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നത്. അപ്പം ഞാൻ ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷക്കീല എന്ന് പറയുന്ന ഒരു നടിയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി എന്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലപ്പോഴും പറയുന്നുണ്ട് എൻ്റെ അച്ഛനാണ് എന്നെ ഇതുപോലൊരു സെറ്റിൽ കൊണ്ടു നിർത്തത് എന്ന് അവർ പറയുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞ ഒരു ന്യായീകരണം മാത്രമാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. അച്ഛൻ അങ്ങനെ ഒരു സെറ്റിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ തുണി അഴിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സീനിൽ അഭിനയിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അവരായിരുന്നു, അല്ലാതെ വേറെ ആരുമല്ല. അതായത് അവരുടെ മേലെ കൈവെക്കണം. ഇപ്പോൾ ഒരു സ്ത്രീ ആയാലും അച്ഛനല്ല ഇനി ആര് പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഒരു സ്ത്രീയുടെ മേലെ കൈവെക്കണമെങ്കിൽ അവരുടെ സമ്മതം തീർച്ചയായിട്ടും വേണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണുന്ന നോട്ട് കെട്ടിൽ അത് വീണ് കഴിഞ്ഞാൽ അവിടെ കാണുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നത് നീ അല്ലെങ്കിൽ വേറൊരു നടി ഇവിടെ വരും, അല്ലെങ്കിൽ വേറൊരാൾ ഇവിടെ വരും, അവരിതുപോലെ ചെയ്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ആ പ്രലോഭനങ്ങളിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ചില അവസരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൂലിപ്പണിയെടുക്കാരന് ചിലപ്പോൾ പൈസയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അയാൾക്കെന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ളൊരു അഭിമാനം ഉണ്ടാകും. കാരണം എന്താ, അയാൾ നല്ല രീതിയിൽ പോയവനാണ്, നല്ല രീതിയിൽ ജീവിച്ചവനാണെന്നുള്ള ഒരു അഭിമാനം ഉണ്ടാകും. പക്ഷെ അതുപോലും നമ്മുടെ ഷക്കീല ആയാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുംതാസ് ആയാലും മറിയ ആയാലും ഇവർക്കൊന്നും എന്ന് പറഞ്ഞാൽ അവകാശപ്പെടാനില്ല. കാരണം എന്താ, ഇവരൊക്കെ ചില അവസരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷക്കീലയാണെങ്കിൽ ബി ഗ്രേഡ് സിനിമയിൽ തന്നെയാണ് അഭിനയിച്ചത്, അവരതിൽ തന്നെയാണ് പൈസ ഉണ്ടാക്കിയത്. പിന്നെ അവർ പറയുന്നത് പോലെ ഇതിനു വേണ്ടിയിട്ട് മാത്രമല്ല, അവർ ആദ്യകാലത്തെ അവരുടെ ഫസ്റ്റ് സിനിമ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ അകത്ത് സിൽക്ക് സ്മിതയുടെ അനുജത്തിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെ ആ ഒരു സിനിമ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, അതായത് ഇവർ കൃത്യമായിട്ട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ റോള് ചെയ്തത്. അപ്പം അങ്ങനെ റോള് ചെയ്ത് ഇവർ പറയുന്ന പോലെ ഇവരുടെ വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു, അതുപോലെ തന്നെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്, അവർക്ക് വേണ്ടിയാണ്, ഇവർക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരിത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ പൈസേൻ്റെ ഇതിൻ്റെ മുകളിൽ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൈസ മാത്രം മതി എല്ലാവർക്കും, അവരെ ആർക്കും വേണ്ട. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷക്കീല എന്ന് പറയുന്ന നടിയെ അവരുടെ വീട്ടുകാർക്ക് ആർക്കും വേണ്ട, ഒരു പ്രോഗ്രാമിന് പോലും അവർ വിളിക്കാറുമില്ല, ഒന്നിനൊരു കല്യാണം വരെ പറയാറില്ല. ഇവരുടെ പൈസ കൊണ്ട് വീട് വെച്ച ഇവരുടെ സഹോദരങ്ങൾ വരെ ഇവരെ തിരിഞ്ഞു നോക്കാതെയായി. അങ്ങനെ ഒരു സങ്കടകരമായ അവസ്ഥയാണ് ഇപ്പോൾ അവർ നേരിടുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ എന്ന് പറഞ്ഞാൽ ചില സീരിയലിലും സിനിമകളിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല സിനിമകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇവരിങ്ങനെ അഭിനയിക്കുന്ന നടിയാണെങ്കിലും ഇവർ ഇതുവരെ മറ്റൊരു രീതിയിൽ പോയി എന്നുള്ളൊരു പേരുദോഷമൊന്നും ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെന്താ പറയേണ്ടത്, ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഒരു വലിയ വലിയ ഡയലോഗുകൾ അടിച്ചിട്ടില്ല. ഇവിടെ ചില പിന്നെ ടീമുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3000 ആണുങ്ങളെടുത്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ 10 ആണുങ്ങളുമായിട്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബീമ്പളക്കുന്ന ആൾക്കാർക്കിടയിൽ ഷക്കീല എന്ന് പറയുന്നത് ഒരു നല്ല സ്ത്രീ തന്നെയാണ്.
പിന്നെ ഏറ്റവും കൂടുതൽ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം കോഴിക്കോട് മാളിൽ എന്തോ ഒരു സിനിമേൻ്റെ പ്രൊമോഷനോ കാര്യത്തിനോ പോയപ്പോഴേ ഷക്കീലയെ അവിടെ നിന്ന് ഇറക്കി വിട്ടു, അവിടെ കയറ്റിയില്ല എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. നെറ്റിൽ ഇപ്പോഴും തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടാൻ കഴിയും. അതായത് ഷക്കീല ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് മാത്രം നമുക്കത് പിന്നെ അവിടെ കയറ്റിയില്ല അവരെ. എന്നാൽ അങ്ങനെയല്ലാത്തത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകളെ, അതായത് തുണിയഴിച്ചാടുന്ന, നമുക്കറിയാലോ ഈ നമ്പ്യാർ മറ്റേ വിരലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഹോട്ടലിൻ്റെ വരെ റിവ്യൂവും കാര്യങ്ങളും അവരുടെ പരസ്യവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആ ഹോട്ടലുകാരനൊക്കെ ഇപ്പോൾ ഏകദേശം പൂട്ടേണ്ട തരത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധിയുള്ള ഒരുത്തനും നിലാ നമ്പ്യ എന്താ പറയണ്ടേ, പിന്നെ എന്നാ വള നമ്പ്യാരുടെ ഈ ഹോട്ടലിലൊന്നും കയറൂല. അത് നിങ്ങൾ എപ്പോഴും നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് ആ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ആ ഹോട്ടലുകാരൻ ചെറിയൊരു ഞരമ്പനായിരിക്കും എനിക്ക് പറയാനുള്ളൂ. ഉള്ള കാര്യം എന്താ പറയുന്നത്, അങ്ങനെയുള്ള റിസോർട്ടുകളിൽ ഫാമിലിയുമായിട്ട് പോകുന്നവർ വളരെ സൂക്ഷിക്കുക. അതുപോലെ ബാച്ചിലറായിട്ട് പോകുന്നവരും വളരെ സൂക്ഷിക്കുക. എവിടെയെങ്കിലും ഒരു ക്യാമറ ചിലപ്പോൾ ഉടക്കി വെക്കുന്നുണ്ടാകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും സൂക്ഷിക്കുക. അപ്പം ഇപ്പം അവർ മക്കയിലേക്ക് പോയിരിക്കുകയാണ് ഉംറ നിർവഹിക്കാൻ. ഏതായാലും അവർക്കുണ്ടായ തിരിച്ചറിവുകൾ, അതുപോലെ മുംതാസിനുണ്ടായ തിരിച്ചറിവുകൾ വളരെ നല്ലത് തന്നെയാണ്. ഇന്നത്തെ തലമുറക്ക് അത് പഠിക്കാനുള്ളതാണ്. മക്കളെ ഉപയോഗിച്ചിട്ട് പുറകിൽ ചിത്രം വരയ്ക്കുന്ന ചില കൊച്ചമ്മമാരും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, മക്കളും ഭർത്താവിനെയും ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് തുണിയായി ചാടുന്നവരും, പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുറേ ടീമുകൾ. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ്, 2 ദിവസം മുമ്പ് ഒരു നടി വന്നിട്ട് തന്നെ പറയുന്നുണ്ട്, എനിക്ക് 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു മകനുണ്ട്, അതുകൊണ്ട് എന്നെപ്പറ്റി ആരും മോശം എഴുതരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ വരുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ നമുക്കൊരു നിയമമുണ്ട്, ഒരു കാര്യമുണ്ട്, അതിൽ മാത്രം നമ്മൾ ജീവിക്കുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്കെന്തും ചെയ്യും, ഞാൻ എന്തും ചെയ്യും, ഇതൊക്കെ അലുത്തു പോകുന്നത്. ഇതിനിടയ്ക്കൊരു ഇതുപോലെ നടക്കുന്ന ഒരു ചുംബന സമര നായിക പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ അലുത്തു പോകുന്ന സാധനമല്ലേ, പുഴുതു നിന്ന സാധനമല്ലേ എന്നുള്ള തരത്തിൽ. അപ്പം അങ്ങനെയൊക്കെ, അതായത് ചുംബന സമര നായിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ലട്ടാ. ഇനി അതും പിരിച്ചു വേണ്ട, അവൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ കേട്ടില്ലല്ലോ, അതൊന്നും പറയണ്ട. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത് കുറേ നാൾ കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് തിരിച്ചടിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നാളെ വീട്ടിലുള്ളവർക്കും നാട്ടുകാർക്കൊക്കെ തല ഉയർത്തി നടക്കാം. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ വളരെയധികം ദുഃഖിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴേതായാലും മക്കയിലേക്ക് പോകുന്ന, ഉംറ നിർവഹിക്കാൻ പോകുന്ന ഷക്കീല മേഡത്തിന്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അവർ നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ അഭിനയിച്ചവർക്കൊക്കെ ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടേതൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വളരെ നല്ല ഒരു സ്ത്രീയായിട്ട്, ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു നല്ല മനുഷ്യ സ്ത്രീയായിട്ടാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ഒരുപാട് ബഹുമാനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ പോലും വഴി അവർ തെറ്റിക്കാൻ പോയിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ പലരുടെയും വഴി തെറ്റിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ഷക്കീലയെ പോലെയുള്ള, അല്ലെങ്കിൽ മുംതാസിനെ പോലെയുള്ള ഒരാൾ വഴി തെറ്റിക്കാൻ പോയിട്ടില്ല. പക്ഷേ അവരുടെ ഒരു സാഹചര്യം കൊണ്ട് അവർ ചെയ്യേണ്ടി വന്നു. ഇപ്പോഴതിൽ ഖേദിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞൊന്ന് ഹൈപ്പ് ചെയ്തോ. നന്ദി, നമസ്കാരം.